എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഗാർഡൻ്റെ എന്തെങ്കിലുമൊക്കെ പോർഷൻസ് കാണിക്കാറുള്ളതുകൊണ്ട് പലരും എന്നോട് എപ്പോഴും ഗാർഡൻ ടൂർ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഗാർഡൻ ടൂർ വീഡിയോ ചെയ്യാൻ ഇപ്പോൾ എനിക്ക് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മുൻപ് പല പ്രാവശ്യങ്ങളായിട്ട് എൻ്റെ ഗാർഡനിൽ ചെയ്തിട്ടുള്ള എൻ്റേതായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസും അതുപോലെ തന്നെ മൊത്തം നമ്മൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ളത് എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ അതേപോലെ നമ്മളും ട്രൈ ചെയ്ത് അതിൽ നിന്ന് കുറച്ച് നമ്മളുടെ കയ്യിലുള്ള കുറച്ച് ഐഡിയാസൊക്കെ എടുത്തിട്ടതിന് ശേഷം നമ്മൾ വീട്ടിൽ അതുപോലെ ചെയ്ത് അങ്ങനത്തെ പോട്ടിൽ ചെടി നടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും നമ്മളുടെ കുറച്ച് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഞാൻ ഗാർഡൻ അറേഞ്ച് ചെയ്തിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ മൊത്തത്തിലൊരു ഗാർഡൻ ടൂർ ഞാൻ വേറെ വേണമെങ്കിൽ കാണിക്കാം. ഇത് ചെറിയ ചെറിയ ഗാർഡനിങ് ഐഡിയാസാണ്. അത് എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾക്ക് ഓരോന്ന് കാണുമ്പോൾ ഇതുപോലെ എനിക്കും ചെയ്യണം എന്ന് തോന്നുമല്ലോ, നിറച്ച് പൂവിട്ടിട്ടൊക്കെ നിൽക്കണ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടെറസ് ഗാർഡനാണ് മെയിനായിട്ടും ഞാൻ ഗാർഡനിങ് ചെയ്യണത് ടെറസിലാണ്. അപ്പോൾ ടെറസ് ഗാർഡന് നല്ല കളർഫുൾ ആവണം എന്നുള്ളൊരു നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കുപ്പികൾ, അതുപോലെ മിനറൽ വാട്ടറിൻ്റെ കുപ്പികൾ, അങ്ങനത്തെയൊക്കെ നല്ല കളർഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് അതുപോലെ എന്തെങ്കിലും ഡെക്കറേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ടാണ് കൂടുതലും ഞാൻ പോട്ട്സ് അറേഞ്ച് ചെയ്യാറുള്ളത്. കാര്യം പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം പോട്ട് അങ്ങനെ ഭംഗി അറിയില്ല, എന്നാൽ തന്നെയും കുഴപ്പമില്ലാത്ത രീതിയിൽ ഭംഗിയിൽ നമുക്ക് കിട്ടാറുണ്ട്. പൂവിട്ട് നിൽക്കുമ്പോൾ പൂവിൻ്റെ ഭംഗിയും ഈ പോട്ടിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ആ ഒരു ഭംഗിയും കൊണ്ട് എല്ലാതും കൂടി നല്ലൊരു കൗതുകം, കണ്ണിനും മനസ്സിനൊക്കെ സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ വെറുതെ PVC പൈപ്പിലും അതുപോലെ തന്നെ ഓയിൽ ക്യാൻ ഒക്കെ മുറിച്ചിട്ട് വയ്ക്കുമ്പോഴും കിട്ടണതിനേക്കാളും കുറച്ചും കൂടിയും ഭംഗി തോന്നുന്നത് ഇതുപോലെ എന്തെങ്കിലും അതുമൊക്കെ വർക്ക് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവാറുണ്ട്. പിന്നെ ലച്ചുവിന് ഏറ്റവും നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ പോട്ട്സിലൊക്കെ ചെടി ഇരിക്കണമെന്ന് കാണാനും അതിൽ പൂ വിരിഞ്ഞ് കാണാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ പോയി ഇമാതിരി കാഴ്ചകളൊക്കെ അവന് നല്ല സന്തോഷമാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇനാമൽ പെയിൻ്റാണ്. നമ്മൾ സാധാരണ ഗേറ്റ്, ഗ്രില്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെയിൻ്റ് അടിക്കാൻ മേടിക്കുന്ന പെയിൻറ്റ്. പിന്നെ മാളുവിൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് അവൾ പല കളറുകൾ തമ്മിൽ പല കോമ്പിനേഷനിൽ മിക്സ് ചെയ്തതിന് ശേഷം പുതിയ കളറ് അവൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ പൂന്തോട്ടം അതുപോലെ തന്നെ ചുറ്റും തെങ്ങും പരിസരവും ഒക്കെ കൂടി നല്ല കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ താഴത്തുള്ള ഒരു തെച്ചിയാണ്. ഇത് ഇവിടെ അമ്മ പിടിപ്പിച്ചിട്ടുള്ളതാണ്. കുറേ നാളായി ഇത് ഇങ്ങനെ ഉണ്ടാവും. പൂവുണ്ടായി തുടങ്ങിയ കൊലയായിട്ട് പൂവുണ്ടാവും. അതുപോലെ തന്നെ ഇതൊരു ഉണ്ട ചെമ്പരത്തിയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പാത്രത്തിൽ വെക്കണേക്കാളും ഇങ്ങനെ പെയിൻ്റ് അടിച്ച്, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ജസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ കോരി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഇങ്ങനെ ലൈൻസായിട്ട് വരയ്ക്കുമ്പോൾ അതും ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഴയ PVC പൈപ്പ്, അതിൻ്റെ അടിയിൽ ഐസ്ക്രീമിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിരിക്കുകയാണ്. ഇതും ഒരു ഹോളായിട്ടുള്ള കലം ആണ്. അതിലിങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെയും ഇടാം, അങ്ങനെ ജസ്റ്റ് ചെരിച്ചിട്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഹാങ്ങിങ്സൊക്കെ ആയിട്ട് ഇത് ഒരു പൊട്ടിയ കോഫി മഗ്ഗാണ്. പൊട്ടിയ കോഫി മഗ്ഗ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിൽ ഹോൾ ഇട്ടിട്ട് 10 മണി നട്ടിരിക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ നീളത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയായിരുന്നു. ഇത് സാധാരണ വിനാഗിരി അങ്ങനെ എന്തോ വാങ്ങിച്ചൊരു ബോട്ടിലാണ്, പക്ഷേ ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലോണ്ടറി ബക്കറ്റിൻ്റെ അടപ്പാണ്. ലോണ്ടറി ബക്കറ്റിൻ്റെ അടപ്പിൽ നിറയെ അടിയിൽ ഹോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചകിരി കീറി ഇട്ടിട്ട് അതൊരു ലെയർ അടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പോട്ട് മിക്സ് ഇട്ടത്. പിന്നെ കെട്ടി തൂക്കണതായതുകൊണ്ട് തന്നെ അധികം കനം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലും ചകിരിപ്പൊടിയും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് മണ്ണ ചേർത്തുള്ളൂ. അപ്പോൾ അധികം ഇതിന് വെയിറ്റ് വരണില്ല. അപ്പോൾ ഇതിൻ്റെന്ന് വെച്ചാൽ
നമ്മുടെ ലോണ്ടറി ബക്കറ്റിൻ്റെ മുകൾ വശം പൊട്ടിപ്പോയതായിരുന്നു. അപ്പോൾ പൊട്ടിപ്പോയപ്പോൾ ആ പൊട്ടിയ ഭാഗം വെച്ച് ഞാൻ കത്തര വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് അതും പെയിൻ്റ് അടിച്ച് ഇതുപോലെ തന്നെ മിക്സ് ചകിരിപ്പൊടി കൂടുതലുള്ളത് കാരണം ഒറ്റ കൈ കൊണ്ടാണ് ഞാൻ പൊക്കിയിരിക്കുന്നത്. അത്രയും പോലും വെയിറ്റ് ഇല്ല അതിന്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഹോൾസിലും നമ്മൾ 10 മണി കുത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും വേസ്റ്റായിട്ട് കളയാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഐഡിയാസ് തോന്നുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഓരോ കുപ്പിയിലും ഓരോ ഐഡിയ വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇത് വേറൊരു PVC പൈപ്പിൻ്റെ പീസാണ്. ഇതിൽ ഇങ്ങനെ ഒരു ഭംഗിച്ചെടി ഇലച്ചെടി വളർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിറയെ പൂവിട്ടത് നിൽക്കുമ്പോൾ എന്തായാലും രണ്ടും കൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് പഴയ ജീൻസ് വെച്ചിട്ട് ഞാൻ ചെറിയ ഇങ്ങനെ പൗച്ചുകൾ ഉണ്ടാക്കി അതിൽ ചെടി നട്ടിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹാങ്ങിങ് നാളികേരത്തിൻ്റെ തൊണ്ടുണ്ടാവുമല്ലോ, തൊണ്ട് പൊളിച്ചതിന് ശേഷം വീണ്ടും ഞാനത് കമ്പി വെച്ച് കണക്ട് ചെയ്തതിന് ശേഷം അതിൽ മണ്ണ് നിറച്ചു. അപ്പോൾ കുറേ മണ്ണ് നിറച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളത് ഹാങ്ങിങ് നിറയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും വെയിറ്റ് കുറവാവാൻ വേണ്ടി ചകിരി പൊടി അതുപോലെ കമ്പോസ്റ്റ് ഇതിനൊന്നും അധികം വെയിറ്റ് ഉണ്ടാവില്ല അതുകൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ നട്ടു കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ തൊണ്ട് നന്നായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വലിച്ച് പറിച്ച് കളഞ്ഞ് അത്യാവശ്യം അതിന് വേരോടാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലും പൂവിരിഞ്ഞ് നിൽക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ തെച്ചി ഞാനിങ്ങനെ ഓരോ പോട്ട്സിലാക്കിയിട്ടാണ് നട്ടിരിക്കുന്നത്. ചെറിയ പോട്ടിലാക്കിയിട്ട് നമ്മൾ മുകളിൽ വെച്ച് പെട്ടെന്ന് പിടിച്ച് കിട്ടി എനിക്ക്. ഇത് ഉഷമലരി എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൻ്റെ 3-4 കളർ വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. ഇത് ജസ്റ്റ് അതിൻ്റെ തുമ്പ് കുത്തി നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ അത് ഉണ്ടായിക്കോളും. അതുപോലെ തന്നെ തെച്ചിയും ഞാൻ മുകളിൽ കൊടുന്ന് പിടിപ്പിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടി. അപ്പോൾ അവിടെ വരിവരിയായിട്ടിരിക്കണം. അപ്പോൾ കുപ്പികളൊക്കെ ഇങ്ങനെ ഓരോ ഡിസൈനിലും വർക്കും കൊടുത്തിട്ട് അതിന് ഉള്ളിലൊക്കെ ഇതുപോലെ പോട്ട് മിക്സ് നിറച്ച് നമ്മൾ നട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെബിൾസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ പെബിൾസ് മാളു തന്നെ ചെറിയ മെറ്റൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പുറത്തിരിക്കണത് മുഴുവനും 2 ലിറ്ററിൻ്റെ പെപ്സി ബോട്ടിലുകളാണ്. അതിൽ ഫുള്ള് ഞാൻ ഓരോ കളർ 10 മണിയാണ് ഓരോ ബോട്ടിലിൽ വച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു 10ഓളം കുപ്പികളുണ്ട്. അതിവിടെ പണ്ടോട്ടേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ വായ്ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല കളർഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചു. അത് ഒരേ കളറുകൾ അടുത്തടുത്ത് വരാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ അടുത്തടുത്ത് വരുന്നത് ഡിഫറെൻറ്റ് കളറ് 10 മണികൾ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് നട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനെന്നുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെയൊക്കെ ഞാൻ ചട്ടികൾ പ്രൂൺ ചെയ്തിരിക്കുകയാണ്. ആദ്യം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കമ്പി കയറിങ്ങനെ കെട്ടിയിട്ടായിരുന്നു മുമ്പ് ചെയ്തിരുന്നത്. എന്നിട്ടിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിട്ടേക്കായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി അടിഞ്ഞു കൂടി ഒരു സ്ഥലത്ത് വന്ന് ലോഡാവുമായിരുന്നു. ഇത് നമ്മൾ നേരത്തെ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ പെയിൻ്റ് അടിച്ചിട്ട്, അതിൽ മുഴുവനും പുതിയ ചെടികൾ വെച്ചതാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ബോട്ടിലാണ്. അപ്പോൾ അതിനെ കോളിയസ് നട്ടതാണ്. അതുപോലെ തന്നെ ഇതും ഒരു PVC പൈപ്പാണ്. PVC പൈപ്പിൻ്റെ പല കട്ടിങ്സ് കൊടുത്തിട്ട് അവിടെയൊക്കെ നട്ടു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഹോൾ ഉണ്ടാക്കണമെന്നുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്, മിക്കവർക്കും അറിയിട്ടുണ്ടായിരിക്കും. അത് ചൂടാക്കിയിട്ട് ബിയർ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാനത് ഹോൾ ഉണ്ടാക്കിയിരിക്കണേ. അതുപോലെ തന്നെ ഇത് ഒരു സാധാരണ ബോട്ടിലാണെങ്കിൽ കൂടി നമ്മളിങ്ങനെ തലതിരിച്ചിട്ട് ഇങ്ങനെ നടുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഹാങ്ങിങ് മിക്കവാറും ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഹാങ്ങിങ് ആണ്. റെഡിമെയ്ഡ് ഹാങ്ങിങ് അധികം എൻ്റെ ഗാർഡനിലില്ല, എന്നാലും കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇത്രയും കൂടി വലിയ കല്ലുകൾ അതും ആൾ തന്നെ ചെയ്തെടുത്താണ്. പെബിൾസിന് പകരമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പെബിൾസാണിത്. നല്ല കളർഫുള്ളായിട്ട് കിടക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഒരു ബ്ലാക്ക് കളർ ഡോട്ട് കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ഇതിലുകളിലും പൂവുണ്ടായിട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല കളർഫുള്ളായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഇങ്ങനെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പഴയ ഉടുപ്പിൻ്റെ ലേസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതുമ്പോൾ ഒട്ടിച്ച് വെച്ചിട്ട് നല്ല അട്രാക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഓരോ കുപ്പികളിലാണ് ഞാൻ ഓരോ സ്റ്റിക്ക് നട്ടു കൊടുത്തിരിക്കുന്നത്. ചിലത് മാത്രമേ ചട്ടികളിലൊക്കെ വെച്ചിട്ടുള്ളൂ. അതുപോലെ ഇതായാലും ബാറ്ററി വാട്ടറിൻ്റെ ബോട്ടിലുകളാണ് അവിടെ പിന്നിലിരിക്കുന്ന 2 മഞ്ഞ കളർ കാണുന്നത്. അതിൽ ഒരുപാട് സ്പേസ് കൊള്ളും. അപ്പം ഞാനതിങ്ങനെ വിലങ്ങനെയും അത് കട്ട് ചെയ്തിട്ട് നട്ടിട്ടുണ്ട്, കുത്തനെയും നട്ടിട്ടുണ്ട്. 2 ലിറ്ററിൻ്റെ ബോട്ടിലാവുമ്പോൾ ഒരുപാട് വേരിറങ്ങാനൊക്കെയുള്ള സ്ഥലം ഉണ്ടാവും. അപ്പോൾ ധാരാളം നമുക്ക് സ്പേസ് കിട്ടും. ഇതെന്ന് പറയണമെങ്കിൽ ഇവിടുത്തെ പഴയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്ന പഴയ ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ട്രേ ആണ് ഈ കാണുന്നത്. വെജിറ്റബിൾ ട്രേ ഇപ്പോൾ ശരിക്കും കാണാനില്ല, ഞാൻ വേറെ കാണുമ്പോൾ കാണിച്ചു തരാം കേട്ടോ.
അതിൽ പെയിൻ്റ് അടിച്ച് ഉണക്കിയെടുത്തതിന് ശേഷം അടിയിൽ ഹോളിട്ട് കൊടുത്തിട്ട് ചെടി നട്ടിരിക്കുകയാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ടമല്ലി തൈയാണ്. അതുപോലെ തന്നെ നമ്മുടെ PVC പൈപ്പിൽ തന്നെ നമ്മൾക്ക് ചരട് ചുറ്റിയിട്ട്, അതായത് ചെറിയ കയറുണ്ടാവുമല്ലോ, ചൂടിക്കയർ, അത് ചുറ്റിയെടുത്തിട്ടും ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട്. ഒരേ കളറ് ചെടികൾ ഒരേ കളറ് പൂക്കൾ ഒരു കുപ്പിയിൽ, അങ്ങനെ ആ നിലയ്ക്കാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അപ്പുറത്തേക്കൊക്കെ മാറ്റി വെക്കും. അപ്പോൾ അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് കാക്കപ്പൂവാണ്. കാക്കപ്പൂവിൻ്റെ ചെറിയ ഇങ്ങനെ അരി പോലെ, റവ പോലത്തെ ചെറിയ ചെറിയ തരികളായിരിക്കും അതിൻ്റെ വിത്തുകൾ. അത് വീണ് കിളിർക്കുമ്പോൾ വേറെ കളറുകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് കളറുണ്ടാവും. ഇത് നമ്മുടെ ടെട്ടിൽ വൈനാണ്. ടെട്ടിൽ വൈനിന് ഏറ്റവും നല്ല മീഡിയം വളരാനായിട്ട് പ്ലാസ്റ്റിക്കാണ്. ഞാൻ സിമെൻറ്റ് ചട്ടിയിൽ കുറേ പ്രാവശ്യം വെച്ചിട്ടും പിടിച്ചിട്ടില്ല. പക്ഷേ മൺചട്ടിയിലോ പ്ലാസ്റ്റിക് ചട്ടിയിലോ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ടെട്ടിൽ വൈൻ വളർന്ന് കിട്ടുന്നുണ്ട്. ഇതാ പൂവിൻ്റെ ഉള്ളിൽ ഒരു വണ്ട് കിടന്ന് നടക്കുകയാണല്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മുടെ സാധാരണ ഒരു ബോട്ടിലാണ്. ഒന്നോ രണ്ടോ സ്റ്റെം അതിൽ കുത്തി കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇടയ്ക്ക് അതൊന്ന് ഒടിച്ചു കൊടുക്കണം. കാരണം അതിന്ന് ഒരുപാട് ഇലകൾ പൊട്ടിയിട്ട് അതിലെല്ലാത്തിലും നിറയെ കളറുകൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒക്കെ കോളിയേഴ്സ് എന്ന് പറയുന്ന ചെടിയാണ്. ഇപ്പം ഇതും ഞാൻ ബോട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ളതൊക്കെ ഓരോ ചെറിയ പോട്ടിലാണ് നട്ടിരിക്കുന്നത്. അതിന് എന്താ ചെറിയ പാത്രത്തിൽ വരെ പെട്ടെന്ന് ഞാനിത് വേര് പിടിപ്പിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടെട്ടിൽ വൈൻ്റെ ഒരു റെഡ് കളറാണ്. ഇതും നമ്മൾ ഒരു ബോട്ടിലെ വേറെ ഒരു ടൈപ്പിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ എവർഗ്രീൻ ടെട്ടിൽ വൈനാണിത്. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ തണ്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ചെറിയ നഴ്സറിയിൽ നിന്ന് മേടിച്ച ഒരു ചെറിയ പോട്ടിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് ചട്ടികളിൽ ഞാനിപ്പോൾ ടെട്ടിൽ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു പീസ് മതി അല്ലേ നമ്മൾക്ക്. എന്താ കണ്ടോ, ഇതൊക്കെ പുതിയതായിട്ട് ഞാൻ അതിന്ന് അടിഭാഗം പ്രൂൺ ചെയ്തിട്ട് ഞാനിതിൽ നട്ടു കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഗാർഡനിങ് ഐഡിയാസും അതുപോലെ തന്നെ പുതിയ മോഡൽ നമ്മൾ ഓരോ സ്ഥലത്ത് കാണുമ്പോഴാണല്ലോ അങ്ങനത്തെ തോന്നുക. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ചും കൂടി ഗ്രോത്ത് ആയതിന് ശേഷമുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി നീളം വെച്ചു. നല്ല വെയിലുള്ള സമയത്ത് എല്ലാത്തിലും നന്നായിട്ട് പൂ വിരിയാറുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ള പൂവ്, വെള്ള പ്രത്യേകിച്ച് കളർഫുൾ അല്ലാന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞ കളറ് കൂടിയാകുമ്പോൾ ആ കോമ്പിനേഷൻ നല്ല രസമാണ്. ഈ പൂവ് ഉണ്ടല്ലോ നിലത്ത് വളർത്തി ഉണ്ടായില്ല. പിന്നെ ഞാനത് ചട്ടിയിലേക്ക് എടുത്ത് വെച്ചപ്പോൾ ചട്ടിയിൽ വെച്ച് വളമൊക്കെ കൊടുത്തപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വളം ഉണ്ടാക്കുന്ന വീഡിയോ. ആ വളം ഈ ഒരു ചെടിക്ക് നല്ല അടിപൊളിയാണ്. ഇതിന് ഒരു സ്റ്റെമ്മുള്ളൂ. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ പൊട്ടിക്കിളിർത്ത് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നല്ല അത്യാവശ്യം ഒരു ബുഷിയായിട്ടുള്ള കുഞ്ഞു ചെടിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ കമ്പുകൾ കുത്തി വേറെ വേറെ നമ്മൾക്ക് ചെടികൾ ഉണ്ടാക്കാനാണ് പ്ലാനുള്ളത്. ഇവിടെ കൂടുതൽ സമയം നമ്മൾക്ക് വെയിൽ കിട്ടില്ല എന്നുള്ളത് ഒരു ചെറിയൊരു ഡ്രോബാക്കാണ്. അതായത് ഒരു 2-3 മണിക്കൂർ മാത്രമേ നമുക്ക് ഇവിടെ വെയിൽ കിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള നേരം മുഴുവൻ ഇവിടെ തണലാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ ഒരു ഓർക്കിഡ് ബൗളാണ്. അതിൻ്റെയൊക്കെ ഇടയിലുള്ള ഹോളിലൊക്കെ ഞാൻ കുത്തി കൊടുത്തിട്ട് ഇപ്പോൾ നിറയെ ആയിട്ടുണ്ട്. അവൻ്റെ കയ്യിലൊരു കോളിയാസ് ഞാൻ വേര് പിടിപ്പിക്കാൻ വെച്ച് അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പച്ച കളറാണ്. അപ്പോൾ അത് കണ്ടിട്ട് നോക്കി നിൽക്കാൻ കേട്ടോ. ഇത് നമ്മുടെ ഒരു ഐസ്ക്രീമിൻ്റെ ഫാമിലി പാക്ക് വന്നിട്ടുള്ള ഒരു ബോക്സാണ്. ഇതും സെയിം സംഭവമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സ്മൈലി ഫേസ് നോക്കി വരച്ചതാണ്. സ്മൈലി ഫേസിൻ്റെ ആ തീമിൽ ബ്ലാക്കിൽ യെല്ലോയിൽ ബ്ലാക്ക് കളറായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് നമ്മളൊന്ന് സോപ്പിട്ടൊന്ന് ജസ്റ്റ് സ്പോഞ്ച് വെച്ച് ഉരച്ച് കഴുകി ഇതിലത്തെ ചളി അഴുക്കൊക്കെ പോവും. പിന്നെ ഒരുപാട് സമയം വെയിൽ കൊള്ളാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെയിൻ്റൊന്നും അങ്ങനെ പോവുകയോ വൃത്തികേടാവുകയോ ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പം നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. മുന്നേ ഞാൻ കാണിച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നട്ട സമയത്താണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ എല്ലാതും അത്യാവശ്യം നല്ല വലുതായിട്ട് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊക്കെ പ്രധാനമായിട്ടും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓർഗാനിക് വളങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാനിങ്ങനെ വളങ്ങളൊക്കെ ഉണ്ടാക്കണ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ
കമ്പോസ്റ്റ് ഒക്കെ ചെയ്യണതിൻ്റെ കമ്പോസ്റ്റ് ഇടും, പിന്നെ സ്ലറി ഒഴിക്കും. അത് മാത്രമൊക്കെയാണ് നമ്മൾ. അങ്ങനെ വേറെ വളം വാങ്ങിച്ചിട്ട് ഇടുന്ന പരിപാടിയൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ കുപ്പി ഇങ്ങനെ തലകീഴായി കെട്ടി തൂക്കിയിട്ട് അതിൽ നമ്മൾ മുളക് നട്ടിരിക്കുകയാണ്. ഒരുപാട് മുളകുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ പിടിക്കാൻ ഓർമ്മ ഉണ്ടായില്ല. ഇപ്പോൾ ഒക്കെ കഴിയാറായി ഏകദേശം. എനിക്ക് ഈ 3 കുപ്പിയിൽ നിന്ന് തന്നെ ഒരുവിധം നല്ലോണം മുളക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇതും ഇങ്ങനെ മിനറൽ വാട്ടറിൻ്റെയൊക്കെ ബോട്ടിലിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് പല കളറ് 2-3 കളറ് മിക്സായിട്ടാണ് നട്ടിരിക്കുന്നത്. ഇനി അതിൻ്റെയൊക്കെ ഉണങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ വിത്ത് പൊട്ടിച്ച് താഴത്തേക്ക് മണ്ണിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അത് കിളിർപ്പിച്ചെടുക്കാം. ഇതാ കണ്ടോ, ഒരു ചെറിയ ബോട്ടിലാണ്, പക്ഷെ നല്ല ഭംഗിയിൽ അതിൽ നിന്ന് ഒരുപാട് ഇല പൊട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പൂവുണ്ടായി കഴിഞ്ഞ് തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഒരുപാട് ലഷായിട്ട് വളരും. അപ്പോൾ അപ്പുറത്ത് ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് പോലെ വെച്ച് അടിച്ച് അതിലാണ് ഒരുപാട് ഹാങ്ങിങ്സ് തൂക്കിയിട്ടിരിക്കണത്. അപ്പോൾ പല പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ മാറ്റും കേട്ടോ. എനിക്ക് ഒരേ രീതിയിൽ തന്നെ എപ്പോഴും ഇരിക്കണത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ചേക്കണ ഓർഡറും അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇടവിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെടികൾക്കായാലും കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലവും കുറഞ്ഞ വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ വെയിൽ കിട്ടാത്തൊരു പ്രശ്നം അത്രയ്ക്ക് വലിയ ഇഷ്യൂ ആവാറില്ല. പിന്നെ ഈ ചെടികൾക്കൊന്നും ഇപ്പോൾ കുറേ അധികം വെയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ, ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ട്രേ ഞാൻ പെയിൻറ്റ് അടിച്ചെടുത്തതാണ്. ഇതൊരു ടെറാക്കോട്ടയുടെ കളർ പെയിൻറ്റാണ് ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതേ സംഭവം നഴ്സറികളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ചുമന്ന കളറ് ടെട്ടിൽ വൈന് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ബോട്ടിലിൻ്റെ അടിവശം ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഒരുപാട് ഇങ്ങനെ താഴോട്ട് വളരും, പക്ഷെ ഞാൻ വീണ്ടും ട്രിം ചെയ്ത് കൊടുക്കും ഈ കുപ്പിയുടെ ഷേപ്പ് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടിലായാലും 1-2 സ്റ്റിക്ക് ഇങ്ങനെ കുത്തിവെച്ച് അതിൽ നിന്ന് ഒരുപാട് ഇലകൾ പൊട്ടിയാൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ മുഴുവനും പച്ച കളറായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കുപ്പികൾക്ക് പച്ച പെയിൻറ്റ് കൊടുക്കാത്തത്. കൂടുതലും മഞ്ഞ, ചുവപ്പ് അങ്ങനത്തെ കളറുകളൊക്കെ കൊടുക്കുമ്പോൾ അത് ഈ കോൺട്രാസ്റ്റ് കളറ് പച്ചയും അതുപോലെ തന്നെ ബാക്കിയുള്ള പൂക്കളുടെ കളറുകൾ വൈറ്റ് അങ്ങനത്തെ കളറുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോട്ട്സിന് നമ്മൾ കൂടുതലും ചുവപ്പും ഓറഞ്ചും ഒക്കെയാണ് കളർ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വേറെ നിലത്ത് ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് മുളക് ചെമ്പരത്തി. ഇതിൻ്റെ ഒരു റോസ് കമ്പ് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു കളറ് ഒരു 5-6 കമ്പ് മാത്രം നമ്മളൊരു ചട്ടിയിൽ നട്ടാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നല്ല ഗ്രോത്തിൽ വളരാൻ പറ്റും. കാരണം നമ്മൾ കുറേ അധികം കമ്പുകൾ ചുറ്റായിട്ട് നമ്മളൊരു ചട്ടിയിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുഴുവനും വേരുകൾക്ക് നല്ല ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള സ്പേസ് ആ പാത്രത്തിൽ ഉണ്ടാവില്ല. നമ്മളൊരു 4-5 കമ്പ് നടുകയാണെങ്കിൽ അതിൻ്റെ വേരിന് ഇഷ്ടം പോലെ നല്ല കൈയും കാലും വീശി എങ്ങിട്ട് വേണമെങ്കിൽ സഞ്ചരിക്കാനുള്ള സ്പേസ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ആ ചട്ടിയിൽ നല്ല ആരോഗ്യമായിട്ട് വളരും. ഇപ്പോൾ 10 മണിയൊന്നും ഒരിക്കലും കുറേ തിക്കായിട്ട് വയ്ക്കരുത്. അതെങ്ങനെയാണ് കുറച്ച് തണ്ടുകൾ നട്ടിട്ട് ചട്ടി നിറച്ച് തിക്കായിട്ട് വളർത്തുക എന്നുള്ളത് ഞാൻ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ പൂക്കളായാലും നല്ല ഹെൽത്തുള്ള കമ്പുകളായിട്ടും നിൽക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാൻ കേട്ടോ. നമ്മൾ കൂടുതലും മിക്സായിട്ടാണ് നട്ടതെന്നുണ്ടെങ്കിലും ചില ചട്ടികളിലൊക്കെ സെപ്പറേറ്റ് ആയിട്ടും നട്ടിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. ഇതും ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കൊലാവിരിതാണ്. ഇതേപോലെ നീണ്ടൊക്കെ വളർന്നു തുടങ്ങുമ്പോൾ നമ്മൾ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പെയിൻറ്റിൻ്റെ ടിന്നിലൊക്കെ ഞാൻ പിന്നെയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ചെറിയ 1 ലിറ്റർ പെയിൻറ്റിൻ്റെ ബോക്സുകൾ നമ്മൾ ഒരേ കളറിൽ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ടും അതിലും നമുക്ക് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിങ്ങനെ പൈസ കൊടുത്തിട്ട് ഒരുപാട് ചട്ടികൾ വാങ്ങിച്ചിട്ട് മാത്രമല്ല, ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ലക്ഷ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കണം. നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾക്ക് എന്തെങ്കിലും വൃത്തികേടുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ചെറിയ അലങ്കോലപ്പണികളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെടി നടുകയാണെങ്കിൽ നിങ്ങളുടെ പൂക്കളും ചെടികളും കാണാനുള്ള ഭംഗി മാത്രമല്ല, ഇങ്ങനത്തെ പോട്ട്സിൻ്റെയും കൂടി ഭംഗി ഉണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേക രസമാണ്. ഇതെന്ന് പറഞ്ഞാൽ മുന്നേ താഴ്ത്തു നിന്നിരുന്ന മാങ്ങനാറി കോസ്മോസ് എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൽ നിറയെ ഞാൻ പഴത്തൊലിയും മുട്ടത്തോടൊക്കെ വെച്ചിട്ടുള്ള മിക്സ് കൊടുത്തതിന് ശേഷമാണ് നന്നായിട്ട് പൂവുണ്ടാവാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ
അരിഞ്ഞിട്ടുള്ള തൊലി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ചുണ്ടാക്കണ കമ്പോസ്റ്റും ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതിൽ പൂവിടാൻ തുടങ്ങും. അതുപോലെ തന്നെ ജമന്തി ഈ തണുപ്പ് സമയത്ത് നന്നായിട്ട് പൂവുണ്ടാവും. ഞാൻ ജമന്തി നട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ചട്ടിയിലാണ്. ഈ ജമന്തിയുടെ ഒരു തൈ മാത്രം ഉണ്ടായാൽ മതി. നമുക്ക് ഒരുപാട് തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ അങ്ങനെ കുറേ തൈകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഒരു തണ്ട് കിട്ടിയാൽ മതി, നമ്മൾക്ക് ഒരുപാട് ജമന്തി തൈകൾ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ നിരനിരയായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കമ്പി അടിച്ചിട്ട് അതിൽ ഹുക്ക് വെച്ചിട്ടാണ് ചെടികളൊക്കെ ഞാത്തിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കുപ്പിൻ്റെ ഹാഫ് പോർഷനിലാണ് ഞാൻ മണ്ണ് നിറച്ചിട്ട് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു കുപ്പിയുടെ മുകൾ വശം അടിവശം കട്ട് ചെയ്തിട്ട് ഇതിലേ ഇങ്ങനെ കുത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പൂക്കൾ നമ്മൾ തല തിരിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ വളരുക. ഇതൊരു ചെറിയ പഴയ മൺചട്ടിയുടെ പീസാണ്. ഇപ്പം ഞാനിതിൽ വേറെ പെയിൻറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. പെയിൻറ്റ് ചെയ്തെങ്കിൽ കുറച്ചും കൂടിയും ഭംഗി കിട്ടുമായിരുന്നു. പക്ഷേ ഇതിനൊരു എയർ ഹോൾസ് ഉണ്ടല്ലോ, അതിന് തണുപ്പ് നിലനിർത്താനും കാര്യങ്ങളും പുറത്തുനിന്ന് എയർ വലിച്ചെടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് പെയിൻറ്റ് ചെയ്ത് അതിൻ്റെ ഹോൾസ് അടയ്ക്കണ്ടെന്ന് വിചാരിച്ചു. ഇതിൻ്റെ തന്നെ തലകളൊക്കെ നുള്ളി നല്ല വളം കൊടുത്തപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും നിറയെ മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ വളം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇനി ഇത് ഒരുപാട് പൂവുണ്ടാകുമ്പോൾ ഞാൻ വീണ്ടും അത് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ PVC പൈപ്പിൽ ചരട് വെച്ച് ചുറ്റി കൊടുത്ത ഒരു പ്രത്യേക ഭംഗിയാണ്. എന്നിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ഇതുപോലെ തന്നെ 2 കമ്പ് കുത്തി കൊടുക്കുമ്പോൾ ഇതിന് മൾട്ടി കളർ കമ്പുകൾ കുത്തുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിന് നമ്മൾ ചെറിയ കയറ്, ചൂടിക്കയറ് എന്നൊക്കെ പറയും, അത് ചുറ്റിയിട്ട് ഇങ്ങനെ അതിൽ മണ്ണ് നിറച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ജമന്തി കണ്ടില്ലേ, ജമന്തി ഈ സമയത്താണ് നന്നായിട്ട് പൂവുണ്ടാവുക. അതുപോലെ പൂവുണ്ടാവാത്തവർക്ക് കുറച്ച് പൊടിമണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചുവട് ഇളക്കിയതിന് ശേഷം അത് ഇട്ട് കൊടുത്ത് 2 നേരം നന്നായിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ജമന്തി ഒരുപാട് പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മളിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന കമ്പൊക്കെ ഒന്ന് മുറിച്ച് കളയണം. ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ഒരു പോർഷനിലാണ്. പക്ഷേ നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ പെയിൻ്റ് അടിച്ച് ചെറിയ കുത്തും ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പോട്ടിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിലെന്ത് പൂ വിരിഞ്ഞാലും നല്ല ഭംഗിയുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ സ്റ്റാൻഡ് അടിക്കുന്നതായിട്ടും കൂടുതൽ ഇങ്ങനെ മരത്തിൻ്റെ പട്ടിക വെച്ചിട്ട് അതിൽ തൂക്കുമ്പോൾ നല്ല എക്കോ ഫ്രണ്ട്ലി ആവുകയും ചെയ്തു, നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. അപ്പോൾ ഈ പൂവ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയാതെ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഗാർഡനിൽ നല്ല കളർഫുള്ളായിട്ട് നല്ല സൂപ്പർ ഗാർഡനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഒരു എപ്പഫിസിൻ്റെ ബോട്ടിലിൽ ടട്ടിൽ വൈൻ വളർത്തിയതാണ്. ഇത് ഒരു പങ്കജകസ്തൂരിയുടെ അങ്ങനത്തെ എന്തോ ഒരു ബോട്ടിലാണ് ഹാങ്ങിങ് ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ കൊങ്ങിണിപ്പൂവാണ്. നമ്മൾ മിഠായിയൊക്കെ കടകളിൽ കിട്ടുന്ന ബോട്ടിൽ പെയിൻറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഓൺലൈനായിട്ട് 10 മണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഓരോ കളറുകളും ഞാൻ ഓരോ ബോട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് കിട്ടണവരെ നമ്മൾ ഇവിടെയാണ് വെച്ചിരുന്നത്. നമ്മൾക്ക് എപ്പോഴും നോക്കാനും അതിനെന്തെങ്കിലും വെള്ളം കുറവോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊന്ന് പിടിക്കണ വരെ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതിന് ഹോളിട്ടിട്ട് കയർ വെച്ച് കെട്ടി ഹാങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് ഇങ്ങനെ വെറൈറ്റി കളറുകളാവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മൾ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 2-3 കളർ മേടിച്ചാൽ മതി. നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരുപാട് കളറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നല്ല വെയിലും കിട്ടുന്ന സ്ഥലമായപ്പോൾ ഇതിലും നിറച്ച് ഓരോ ബോട്ടിലിൽ ഓരോ കളർ വെച്ചിട്ട് ഇങ്ങനെ പൂക്കൾ വിരിയുന്നുണ്ട്. ഇതിലൊക്കെ ഓരോ കളർ പൂക്കൾ ഇങ്ങനെ നിറച്ച് വിരിഞ്ഞ് നിൽക്കണ കാണാൻ രാവിലെ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് താഴെ ഞാൻ ഷെയ്ഡിൻ്റെ ഇടയിൽ 2 ടട്ടിൽ വൈൻ നട്ടിരിക്കുകയാണ്. ഇത് മൺകലത്തിൽ ഇത് പെയിൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഹാങ്ങിങ് മാത്രം നമ്മൾ വീട്ടിൽ ചെയ്തതാണ്. ഇതൊരു മോപ്പാണ്, തുടയ്ക്കണ മോപ്പിൻ്റെ ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിൽ സാമ്പാർ ജീര വളർത്തിയിരിക്കുകയാണ്. ഇത് സാധാ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ്. ഇതിലിങ്ങനെ ഒരു ഹാങ്ങിങ് പോലെ നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൽ ഹാങ് ചെയ്തിട്ടുള്ളത് 10 മണി ചെടിയാണ്. അപ്പോൾ ഇതുപോലുള്ള ട്രിക്സ് ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഐഡിയകൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്.